ഇനി ആ സന്തോഷ വാർത്ത പൊട്ടിച്ചേക്കാം. ജാസ്മിന്റെ വിസ റെഡിയായി. 2 ദിവസം കഴിയുമ്പോൾ ജാസ്മിന് അമേരിക്കയിലേക്ക് പറക്കാം. ഓഹോ, അപ്പോ ഇതായിരുന്നു ഹാപ്പി ന്യൂസ്. അപ്പോ ഇത് ഹാപ്പി ന്യൂസ് അല്ലേ? അത് പറയാനുണ്ടോ? ഈ വിസയ്ക്ക് വേണ്ടിയല്ലേ ജാസ്മിൻ കാത്തിരുന്നത്. ഇത് ഇത്രയും പെട്ടെന്ന് കിട്ടിയതില് ജാസ്മിനെ പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട്. ജാസ്മിൻ, സന്തോഷായില്ലേ? നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാ. ജാസ്മിൻ, ഇത് വിസയും ട്രാവൽ ചെയ്യാനുള്ള മറ്റു രേഖകളുമാണ്. ഇതിൽ ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ട്. ഇതാ, സൂക്ഷിച്ചു വെച്ചേക്കാം. ഇത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചില്ല. ജാസ്മിൻ ഹാപ്പിയാണെന്നാ ഞാൻ കരുതുന്നത്. ഇടയ്ക്ക് ഇത്തിരി വിഷമങ്ങളൊക്കെ ഞങ്ങളായിട്ട് ജാസ്മിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വയ്ക്കാതെ മറന്നു കളയണം. ജാസ്മിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു. ഞാൻ ജാസ്മിന് നൽകിയ വാക്കായിരുന്നു അത്. അമേരിക്കയിൽ പോകണമെന്ന ജാസ്മിന്റെ ആഗ്രഹം സാധിച്ചതിലൂടെ ഞാൻ ആ വാക്ക് നിറവേറ്റിയെന്ന ഞാൻ വിശ്വസിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് വിശാൽ. ഇത്തിരി വൈകിട്ടാണെങ്കിലും നീ ജാസ്മിനോട് വാക്ക് പാലിച്ചല്ലോ. അതിന് നിന്നെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. അപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി വരാം. നീ ഇറങ്ങി തന്നെ, ഞാൻ നോക്കട്ടെ. അപ്പോ വിസ ഓക്കെയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്നും പറന്നോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പറപ്പിക്കും. വിപിൻ സാറേ. ആ പല്ലവി, വാ ഇരിക്ക്. വാ. പല്ലവി, എനിക്ക് നിന്നോട് ഒരിക്കലും ഒരു വിരോധവും തോന്നിയിട്ടില്ല. ദാ ഈ നിമിഷം വരെ. അത് കള്ളല്ലേ? വിരോധം ഇല്ലാതിരുന്നോണ്ടാണോ സാർ ഇത്രയും നാളും എന്നെ അവഗണിച്ചത്? ഞാൻ നിന്നെ അവഗണിച്ചത് വിരോധം കൊണ്ടല്ല. ഗർഭിണിയാണെന്ന് നീ കള്ളം പറഞ്ഞ എന്റെ പ്രയാസം കൊണ്ടാ. നീ നിന്റെ അഭിമാനം പോലും മറന്ന് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പ്രതിയാക്കിയപ്പോ എനിക്കത് സഹിച്ചില്ല. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സാറിനെ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല. എന്റെ മുന്നില് മറ്റൊരു വഴിയും തെളിഞ്ഞില്ല. ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ആ കള്ളം പറഞ്ഞത്. സാർ എന്നോട് ക്ഷമിക്കണം. ഹേയ്, താനതൊക്കെ മറന്നേക്ക്. എനിക്കിപ്പോ തന്നോട് ഒരു തരി പോലും അലോഹിയില്ല. അതിന് പ്രധാന കാരണം തന്റെ ചേച്ചി തന്നെയാ. തനിക്ക് എന്നോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ടാണ് താൻ അരുതാത്തത് ചെയ്തു പോയെന്ന് പാർവതി നല്ലോണം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. താൻ തീരെ ഇന്നസെന്റ് ആണെന്ന് പാർവതി പറയുമ്പോഴാ സത്യത്തിൽ ഞാൻ അറിയുന്നത്. ഏതായാലും നമുക്കിടയിൽ അകൽച്ച മാറ്റാൻ പാർവതി ഉണ്ടായത് നന്നായി. പാർവതിയുടെ പരിശ്രമം കൊണ്ടാ ഇവിടുന്ന് അങ്ങോട്ട് ഞാനും താനും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന.
പല്ലവി, താൻ എന്തേ കാണിച്ചത്? തനിക്ക് എന്താ പറ്റിയത്? നീ ആരോടാ ദേഷ്യം കാണിക്കുന്നത്? എന്നോടാണോ? എന്റെ ഭർത്താവിന് സ്നേഹം തോന്നേണ്ടത് എന്നോടാണ്. എന്നെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ഒന്നാകേണ്ടത് നമ്മുടെ മനസ്സുകളാ. അത് സാറിന് സ്വയം തോന്നണം. അല്ലാതെ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ചടങ്ങിന് വേണ്ടി എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കല്ല വേണ്ടത്. പല്ലവി, നീ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. നമുക്കിടയിൽ അസ്വാരസ്യങ്ങൾ മാറ്റാൻ പാർവതി ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഞാനാ തീരുമാനിച്ചത്. താൻ ലൈഫ് പാർട്ണറായി എന്റെ ഒപ്പം വേണമെന്നും നമുക്ക് ഒരുമിച്ച് ഒരു ലൈഫ് വേണമെന്നുള്ളതും ഞാൻ സ്വയം എടുത്ത ഡിസിഷനാണ്. ഇതിപ്പോ എന്റെ കണ്ണി പൊടിയിടാൻ വേണ്ടി പറയുന്നതല്ലേ? ഇതല്ല സത്യമെന്ന് എനിക്ക് ബോധ്യമായി. പാർവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സാർ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി. ഒരു നാടകം. പല്ലവി, നിന്നെ എന്ത് പറഞ്ഞാ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്? എന്നെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. പാർവതിക്ക് വേണ്ടി കോംപ്രമൈസിന് തയ്യാറായ സാറിനോട് എനിക്ക് പുച്ഛം, പരമ പുച്ഛം. ഇനി നിന്നോട് സംസാരിച്ച ഞാൻ നിയന്ത്രണം തെറ്റ് എന്തെങ്കിലും ചെയ്തു. നീ നന്നാവില്ല പല്ലവി, ഈ ജന്മത്തിൽ നന്നാവില്ല. എന്നെ ഇവിടെ നാട്ടി പുറത്താക്കാന് പാർവതിയുടെ ശ്രമം. അതിനു വേണ്ടിയോ അവളുടെ വട്ടം കൂടലുകൾ? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാ? പുറത്താകേണ്ടത് ഞാനല്ലല്ലോ, പാർവതിയല്ലേ? അയ്യോ ജാസ്മിൻ, സുശീല ഓടി വന്നേ. സൂക്ഷിച്ച് സൂക്ഷിച്ച് മോളെ പതുക്കെ. എന്താ ജാസ്മിൻ, എന്താ നിനക്ക് പറ്റിയേ? ഞാനേ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു. പെട്ടെന്ന് കാല് സ്ലിപ്പായി. ഞാനവിടെ നടും തല്ലി വീഴുകയും ചെയ്തു. അയ്യോ, മോളെ നീ ഒന്ന് പതുക്കെ എഴുന്നേക്കാൻ നോക്കിയേ. കാലിന് വല്ലതും പറ്റിയോന്ന് നോക്കണം. അയ്യോ വേണ്ട വേണ്ട, എഴുന്നേക്ക ജാസ്മിനെ. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ? വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? അയ്യോ അയ്യോ, ഹോസ്പിറ്റലൊന്നും പോണ്ട. ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ അയ്യോ വേണ്ട. അയ്യോ എനിക്കൊരാട്ടി അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഹോസ്പിറ്റലൊന്നും പോണ്ട, ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ശരി ശരി, ഡോക്ടറെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നിങ്ങളെല്ലാവരും ചേർന്ന് ജാസ്മിനെ മെല്ലെ മുറി കൊണ്ടുപോ. ഞാൻ ഡോക്ടറെ വിളിക്കാം. എനിക്ക് പതുക്കെ മോളെ.
അയ്യോ എനിക്ക് വയ്യേ. മോളെ പതുക്കെ. അയ്യോ ആ, അയ്യോ അയ്യോ എനിക്ക് വേദനിക്കുന്നു. അയ്യോ മോളെ, ഡോക്ടർ പതുക്കെ പതുക്കെ. ചിലപ്പോൾ ഡിസ്ക് സ്ലിപ്പായി കാണും, അല്ലെങ്കിൽ ഞരമ്പിന് ശക്തമായി പരിക്കേറ്റിട്ടുണ്ടാവും. എന്തു തന്നെ ആയിരുന്നാലും സ്കാൻ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പറയാനാകൂ. സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കണ്ടേ ഡോക്ടറെ? വേദന കുറയാതെ ഇയാൾക്ക് എഴുന്നേക്കാനാവോ? ഞാനിപ്പോൾ പെയിൻ കില്ലർ തരാം. അത് കഴിച്ച് വേദന കുറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. പെട്ടെന്ന് സുഖപ്പെടാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? അതൊക്കെ സ്കാൻ കഴിഞ്ഞാൽ മാത്രമേ പറയാനാകൂ. ഏതായാലും കുറഞ്ഞത് 3 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ഡോക്ടർ അത്രയും വേണ്ടി വരും. ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്. അയ്യോ, ജാസ്മിന്റെ പെയിൻ കുറഞ്ഞാൽ ഉടനെ ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർ. ഓക്കെ, നമുക്ക് ട്രീറ്റ്മെന്റ് പക്ഷെ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ജാസ്മിനെ അമേരിക്ക പോകേണ്ട സമയത്ത് തന്നെ മൂക്കി സ്ഥിതി വന്നല്ലോ. യാത്രയെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ആദ്യം ജാസ്മിൻ റിക്കവർ ആവട്ടെ. എന്നാ ശരി. ഇതെല്ലാം ജാസ്മിന്റെ അഭ്യാസമാണ്. അമേരിക്കയിലേക്ക് പോവാതിരിക്കാനുള്ള അവളുടെ അടവ് തന്നെയാ. അത് വ്യക്തമാണ്. എങ്ങനെ അവളുടെ കള്ളി വെളിച്ചത്താക്കും? അവളുടെ ഈ പദ്ധതി പൊളിച്ചെടുക്കണമല്ലോ. എന്താ അതിനൊരു വഴി? ഇവളെന്താ ഈ ആലോചിക്കുന്നത്? പാർവതി, പാർവതി, എന്താ ഗഹനമായിട്ടൊരു ആലോചന? ഗാർഗി, ഞാൻ ജാസ്മിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. നടു ഒടിഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന അവള് അവിടെ കിടന്നോണ്ട് നിന്നോട് എന്തെങ്കിലും ഉടക്കിന് വന്നോ? ഏയ്, അതൊന്നും അല്ല ഗാർഗി. ജാസ്മിനെ കാണിക്കുന്നതൊക്കെ ഒരു നാടകമാണ്. അമേരിക്കയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം. യഥാർത്ഥത്തിൽ അവൾക്കൊരു കുഴപ്പമില്ല. നടു ഒടിഞ്ഞെന്നൊക്കെ അവള് വെറുതെ പറയുന്നതാ. അത് നിനക്കെങ്ങനെ അറിയാം? ഗാർഗി, ശരിക്കും അവൾക്ക് കാര്യമായ ഒടിവോ ചതവോ ക്ഷതമോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഇവിടെ കട്ടിലിൽ കിടക്കൂ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവില്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് നീ പറഞ്ഞത് ശരിയാണ്. ഇടയ്ക്ക് ഞാനും അത് ചിന്തിച്ചതാ. പിന്നെ ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ച് പോയപ്പോ ഞാൻ എൻ്റെ ആ സംശയം ഉപേക്ഷിച്ചു. ഡോക്ടർ അവളെ പരിശോധിക്കുന്ന നേരത്ത് അവളും പ്രഭാവതി അമ്മയും തമ്മിൽ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കലാശങ്ങൾ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് കൃത്യമായൊരു പ്ലാനാണെന്ന്. രണ്ടും ആള് കൊള്ളാലോ. ഗാർഗി, ജാസ്മിന്റെ ഈ കള്ളത്തരം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം.
അവളുടെ ഈ തന്ത്രം പൊളിക്കണം. അതിനെന്താ ഒരു മാർഗം? അതാ ഞാൻ ചിന്തിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? നമുക്ക് ആലോചിക്കാം. എന്തായാലും നമുക്ക് അവളെ പൊളിച്ചടക്കണം പാർവതി. ഞാനൊന്ന് ചിന്തിക്കട്ടെ. നമ്മൾ പ്ലാൻ ചെയ്ത സംഗതി ഏൽക്കും പാർവതി. നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ആ കക്ഷി ഒന്ന് വിളിക്കട്ടെ. ദേ, ഞാൻ പറഞ്ഞ ആളെത്തിക്കഴിഞ്ഞു. வணக்கம் அம்மா. வணக்கம் தாயே. ഞാനാ നിങ്ങളെ വിളിച്ചത്. ഓ അമ്മ താനാ വിളിച്ചേ? എന്നാ വിഷയം? என்ன வேணும்? எனக்கு எனக்கு ஒன்னும் മനസ്സിലായില്ല. பாம்பை பிடிக்கணுமா? என்ன பாம்பாயிலும் நான் பிடிக்கும். என் கையில ஒரு மகுடி இருக்க. அது வாசிச்சா ஏது பெரிய பாம்பாயாலும் மாளத்தின்னு வெளியில வரும். ഇനി പാമ്പ് വിളയാട്ടം പാക്കണമാ? അത് இந்த കൂടയിലുണ്ട്. ഒരു പാമ്പിനെ മാളത്തിൽ നിന്ന് പുറത്താക്കി അതിന്റെ പടം ഒന്ന് പൊഴിക്കണം. അതെ. അപ്പോ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ஓகேம்மா. ഉം. ഏതായാലും എൻ്റെ അഭിനയം നന്നായിട്ട് ഏൽക്കുന്നുണ്ട്. ഇതുപോലെ 6 മാസം ഹോസ്പിറ്റലിൽ, 6 മാസം വീട്ടിലുമായിട്ട് കഴിച്ചുവിടണം. അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും വിശാലിനെ മയക്കെടുത്തിരിക്കണം.
അവിടെ എന്താ എന്താ ജാസ്മിൻ എന്തു പറ്റി? പാമ്പ്, അവിടെ ഒരു പാമ്പ്. പാമ്പോ? എവിടെ എവിടെയാ പാമ്പ്? അവിടെ അവിടെ എന്റെ മുറിയില്. അവിടെ ഞാൻ പാമ്പിനെ കണ്ടത്. അതവിടെ ഇവിടെ എടുത്തിരിക്കുക. അല്ല ഇപ്പോഴും പാമ്പ് അവിടെ തന്നെ ഉണ്ടോ? അതിനെ കണ്ടതും ഞാൻ പേടിച്ച് അവിടെ ഓടി. അതവിടുന്ന് പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴവിടെ തന്നെ കാണും. ആരെങ്കിലും ചെന്ന് അതിനൊന്ന് എടുത്ത് കളാ. അതെ, ഉടനെ എടുത്ത് കളയണം. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ എവിടെയെങ്കിലും കയറി പതുങ്ങിയിരുന്നാലോ? ജാസ്മിൻ നീ കൂളായിട്ടിരിക്കുക. പാമ്പ് അവിടെ ഉണ്ടെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ.